മഹത്വപ്പെടുമാറാകട്ടെ. മലയാളികളായി നമുക്ക് കേട്ടുപരിചയമുള്ള ഒരു പഴയ പാട്ടുണ്ട്. നമിക്കിൽ ഉയരം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമോ പണിവത് നാഗം നരകവും അതുപോലെ തന്നെ. വിനയപ്പെടുമെങ്കിൽ, നമിക്കുമെങ്കിൽ ഉയരാം, ഉയർച്ച കിട്ടും. നടുകിൽ തിന്നാം, കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നൽകുകിൽ നേടിയിടാം, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. കയ്യിലുള്ളത് കൊടുത്താൽ ദൈവം മടക്കി തരുവാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. നമുക്ക് നാമോ പണിവത് നാഗം, സ്വർഗമാണ് നമുക്ക് ദൈവം തരുന്നത്. പക്ഷേ മനുഷ്യൻ നരകമാണ് അധികം പേരും സമ്പാദിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ ദുര്യോഗം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യന് സ്വർഗത്തിലിരുത്താൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടതെല്ലാം ചെയ്യുന്നു. അവൻ്റെ ജാതിയോ മതമോ സഭയോ അവൻ്റെ ഇടവകയോ പള്ളിയോ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയോ അവൻ്റെ ആരോഗ്യമോ ജോലിയോ ഇതൊന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും സ്വർഗത്തിലിരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യൻ നരകമാണ് അവൻ്റെ കണ്ണിന് മുമ്പിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വേദപുസ്തകം പറയുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൂടെ ജനമുണ്ടല്ലോ, 6 ലക്ഷം പേര് നിന്റെ കൂടെ ഉണ്ടല്ലോ. 6 ലക്ഷം പേരെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണല്ലോ നീ ഉത്തരവാദിത്തപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നീ പ്രത്യേകം ഓർത്തുകൊള്ളണം. ലേവ്യ പുസ്തകം 15:31 പറയും, നീ നിന്റെ ജനത്തോട് അവരുടെ പാപത്തെക്കുറിച്ച്, അവരുടെ അശുദ്ധിയെക്കുറിച്ച് നീ പ്രബോധിപ്പിക്കണം. നീ അവരെ പാപത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കാതിരുന്നാൽ നിനക്കവരെ കനാൻ നാട്ടിൽ എത്തിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നു ചേർന്ന കാലം മുതൽ ഞാൻ പഠിച്ചതും കേട്ടിട്ടുള്ളതുമായ സത്യമാണ്, മനുഷ്യന് അവൻ്റെ പാപത്തെക്കുറിച്ച് പ്രബോധിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. മുന്നറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പാപം ക്ഷമിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാൻ പാപത്തിന് മേൽ ജയം തരുന്ന പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്താൽ അത് ക്ഷമ പ്രാപിക്കുന്നില്ല എങ്കിൽ മനുഷ്യന് ശിക്ഷയുണ്ടെന്നും ദൈവം പാപം കണക്കെടുമെന്നുമുള്ളതായ ആ വലിയ സത്യമാണ് ഞാൻ പഠിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു തിയോളജി പണ്ഡിതനല്ല, ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയായി ഉള്ളവനല്ല. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയറാണ്. വേദപുസ്തകം എനിക്കൊരു പരിചയമില്ലാത്ത പുസ്തകമായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞ് ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ പഠിച്ച് വരുമ്പോൾ എന്നോടൊരു ചോദ്യമുണ്ടായി. എന്നെ പഠിപ്പിച്ച പ്രൊഫസർമാരാണ് ചോദിച്ചത്, വേദപുസ്തകത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന്. എനിക്ക് ഉത്തരം അറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും. തീർച്ചയായും നിങ്ങൾ എന്നേക്കാൾ നല്ലവരായിരിക്കും ആ കാര്യത്തിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, 35-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു. ഞാൻ വഷളാക്കിയ ജീവിതത്തെ, ഞാൻ താറുമാറാക്കിയ ജീവിതത്തെ, ഞാൻ വിലയില്ലാതെ കണ്ട സുവിശേഷം, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയ എൻ്റെ ജീവിതത്തെ ഞാൻ യേശുക്രിസ്തുവിനെ ഗണ്യമാക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തെ അവൻ എനിക്ക് പണിതു തരാൻ തുടങ്ങി. ഞാൻ ഈ സുവിശേഷം പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഒരു മനുഷ്യനും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാൻ സാധിക്കില്ല. There is no born Christian, only born again Christian. ക്രിസ്ത്യാനിയായിട്ട് ആർക്കും ജനിക്കാൻ സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, ബില്ലി ഗ്രഹാം പറഞ്ഞ വാക്കാണ്. ക്രിസ്ത്യാനിയായിട്ട് ഒരു മനുഷ്യനും ജനിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യാനിയായിട്ട് വീണ്ടും ജനിക്കാൻ മാത്രമേ
സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ വീണ്ടും ജനന അനുഭവം അതാണ് മനുഷ്യർ അവഗണിച്ച് കളയുന്നത്. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ളതായ പാരമ്പര്യ ക്രിസ്ത്യാനികൾ വീണ്ടും ജനന അനുഭവത്തോടും കർത്താവിൻ്റെ ക്രൂശിനാലുള്ള രക്ഷയെയും മുഖം തിരിഞ്ഞു നിൽക്കുന്നതായ ഒരു സമൂഹമാണ്. ആ സമൂഹത്തെ എങ്ങനെയും ക്രിസ്തുവിലേക്ക് നോക്കുന്നവരാക്കുക, ക്രിസ്തുവിലേക്ക് തിരിക്കുക, ആ തേജസ്സിൻ്റെ, ആ സമാധാന പ്രഭുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ എൻ്റെ സഹോദര സഹോദരിമാരെ സ്നേഹത്തോടെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫെലോഷിപ്പിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ പണം പിരിക്കാറില്ല, ഒരു പണപ്പെരുവും എടുക്കാറില്ല, ഇവിടെ ഒരു മെമ്പർഷിപ്പും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഏത് സഭയിലുള്ളവർക്കും ഏത് ദേവാലയത്തിൽ പങ്കെടുക്കുന്നവർക്കും കർത്താവായ യേശു തരുന്നതായ ആ രക്ഷയും സമാധാനവും സൗഖ്യവും അനുഭവിക്കാം, രോഗസൗഖ്യം അനുഭവിക്കാം, അനുഗ്രഹം പ്രാപിക്കാം, കുഞ്ഞുങ്ങളെ വളർത്താം, അവരുടെ കുടുംബത്തിൽ സമാധാനം പ്രാപിക്കാം. കാരണം യേശുക്രിസ്തു മുഖപക്ഷമില്ലാത്തവനാണ്. അവന് രക്ഷിക്കുന്നതിൽ മുഖപക്ഷമില്ല, അനുഗ്രഹിക്കുന്നതിൽ മുഖപക്ഷമില്ല, ന്യായം വിധിക്കുന്നതിലും ജീവനുള്ള ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാൻ ഈ വേദപുസ്തകം സുവിശേഷം കേട്ടതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. സുവിശേഷം ശക്തിയുള്ളതാണ്. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്, ശക്തിയുള്ളതാണ്. പ്രസംഗിക്കുന്നവൻ്റെ പാഠവും കൊണ്ടോ, പ്രസംഗിക്കുന്നവൻ്റെ താലന്ത് കൊണ്ടോ, പ്രസംഗിക്കുന്നവൻ്റെ കഴിവ് കൊണ്ടോ സുവിശേഷത്തിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നില്ല. കാരണം സുവിശേഷം അതിൽ തന്നെ ശക്തിയുള്ളതാണ്. പ്രസംഗിക്കുന്നവൻ്റെ താഴ്മയും പ്രസംഗിക്കുന്നവൻ്റെ എളിമയും പ്രസംഗിക്കുന്നവൻ്റെ ഒന്നുമില്ലായ്മയുമാണ് സുവിശേഷം അതിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ പഠിച്ചു. ഞാൻ എൻ്റെ കാരണവന്മാരുടെ കാലം മുതൽ ഞാൻ പോകുന്ന പള്ളിയിൽ ഞാൻ പാടിക്കേട്ട് പഠിച്ചിട്ടുണ്ട്. നാഥൻ മൃതരുടെയിൽ ഉറപ്പിച്ചു ആദത്തെ, ഖേദിക്കേണ്ട നിൻ പാപത്തെ ഓർത്ത് ഇനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ട് അടികൾ എന്നുള്ള പാട്ട് പള്ളിയിൽ പാടി ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആദാമിനോട് കർത്താവായ യേശു തൻ്റെ മരണത്തിന് ശേഷം ചെന്ന് നീ ഖേദിക്കേണ്ട, നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്നോട് യേശു എന്നെ മരണം കഴിഞ്ഞല്ല പറയുന്നത്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണമെന്നും എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചിട്ടുണ്ട് എന്നും എന്നോട് യേശു പറയുന്നത് എൻ്റെ മരണത്തിന് ശേഷമല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇപ്പോഴാണ് നിന്നോട് പറയുന്നത്, നിന്റെ മരണശേഷമല്ല, നീ ജീവിച്ചിരിക്കുമ്പോഴാണ് നിന്നോട് പറയുന്നത് നിന്റെ പാപത്തിന് പകരമായി യേശു മരിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ടോ? പരിശുദ്ധ സഭ എന്നെ പിന്നെയും പഠിപ്പിച്ചു, പുരോഹിതൻ നടത്തുന്ന കുർബാന ദൈവം അംഗീകരിക്കണമെങ്കിൽ, അല്ല ഞാൻ നടത്തുന്ന ഈ വചന ശുശ്രൂഷ ദൈവം അംഗീകരിക്കണമെങ്കിൽ ഒരു പുരോഹിതന് എന്ത് എളിമ വേണം, എന്ത് മനോഭാവം വേണം, ഒരു വചനം പ്രസംഗിക്കുന്നവന് എന്ത് മനോഭാവം വേണം? അത് സഭയാണ് പഠിപ്പിച്ചത്. പൊടിയുടെ സമനും നിന്നിത മണ്ണും ഹീനനുമാ ഞാൻ ഈ പ്രസവന ബലിയെ അർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് പാടുവാൻ കഴിയുന്ന ഒരു പുരോഹിതന്റെ പൗരോഹിത്യത്തിനും അവന്റെ ആരാധനയ്ക്ക് മാത്രമേ ദൈവം വില കൊടുക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ സഭ എന്നെ പഠിപ്പിച്ചു. എളിമയില്ലാത്ത, താഴ്മയില്ലാത്ത, അഹങ്കാരമുള്ള, നിഗളമുള്ള, തൻ്റെ ഇടം കാണിക്കുന്ന ഒരുവന്റെയും ഒരു ശുശ്രൂഷയും ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളതല്ല എന്ന് സഭാപിതാക്കന്മാരുടെ ഗീതങ്ങളിലൂടെ ഞാൻ പഠിച്ചു. എൻ്റെ ശുശ്രൂഷയും വിലയില്ലാതായി പോകും. കാരണം എനിക്ക് അഹങ്കാരം വന്നാൽ, എനിക്ക് നിഗളം വന്നാൽ, എനിക്ക് പൊങ്ങച്ചം വന്നാൽ ഞാൻ നടത്തുന്ന ശുശ്രൂഷയും വിലയില്ലാതായി പോകുമെന്നുള്ളതായ ആ സത്യത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും ഒന്നും ഓർക്കുന്നില്ല. ദാവീദ് ഓർത്തില്ല, ദാവീദിന്റെ കാലം കഴിയുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമകളാകുമെന്ന്. ദേവാലയം പണിത ശലോമോൻ ഓർത്തില്ല, ശലോമോന്റെ കാലം കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ആ ദേവാലയം നശിച്ചു പോകുമെന്നും പിന്നീട് ഒരു ദേവാലയം പണിയാൻ പോലും സാധ്യമല്ലാത്ത വിധം ആ ജനം ആയിപ്പോകുമെന്നും ശലോമോൻ ഓർത്തില്ല. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയ ജോൺ മനിയൻ ഓർത്തില്ല, കാലം കഴിയുമ്പോൾ ക്രിസ്തീയ സഭകൾ പരദേശി മോക്ഷയാത്രയല്ല, ക്രിസ്തീയ ഉല്ലാസയാത്രയായിട്ട് മാറുമെന്ന്.
ഇന്ന് ക്രിസ്തീയ ജീവിതം ഒരു ഉല്ലാസയാത്രയാണ്. അതാണ് ഇന്ന് മനുഷ്യന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിന് അടിസ്ഥാനമായി ഞാനൊരു വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ദർ ഈസ് നോ ഫോർഗിവ്നെസ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇത് ഏത് രാജ്യത്തെ പ്രമാണമാണ്? ഇത് നമ്മുടെ രാജ്യത്തെ നിയമമല്ല. ഇത് വേറെ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ നിയമമല്ല. ഇത് ഏത് രാജ്യത്തെ നിയമമാണ്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മനുഷ്യന് പാപമോചനമില്ല, മനുഷ്യന് കുറ്റത്തിൽ നിന്ന് വിടുതലില്ല. അത് ഏത് രാജ്യത്തെ പ്രമാണമാണ്? ആ രാജ്യം ഏതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-29 വാക്യം വായിച്ചു നോക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവമക്കളെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിംഗ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നവനെ അവന്റെ പാപത്തെ ദൈവം കത്തിച്ചു കളയുന്നു, അവന്റെ രോഗത്തെ ദൈവം കത്തിച്ചു കളയുന്നു, അവന്റെ ശാപത്തെ ദൈവം കത്തിച്ചു കളയുന്നു, അവന്റെ കഴിഞ്ഞകാല ബന്ധനങ്ങളെ കർത്താവ് കത്തിച്ചു കളയുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് വരാതെ മാറി നിൽക്കുന്നവന്റെ അവന്റെ മേൽ അവന്റെ ഭാവി കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയത്രേ. വേദപുസ്തകം പഠിപ്പിച്ചു, നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ പഠിക്കാം, മനുഷ്യന്റെ രക്തത്തിന് ദൈവത്തോട് നിലവിളിക്കാനുള്ള ശബ്ദമുണ്ട്. The blood of man has a loud voice. മനുഷ്യന്റെ രക്തത്തിന് ഉറക്കെ നിലവിളിക്കാനുള്ള ശക്തിയുണ്ട്. എൻ്റെ രക്തത്തിനുണ്ട്, നിങ്ങളുടെ രക്തത്തിനുണ്ട്. ഹാബേലിന്റെ രക്തത്തിന്, കായീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ രക്തത്തിന് ദൈവത്തോട് നിലവിളിക്കാനുള്ള ശബ്ദമുണ്ടായി നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം മറ്റൊരാളെ പീഡിപ്പിക്കുമ്പോൾ, നാം മറ്റൊരാളെ നശിപ്പിക്കുമ്പോൾ, നാം മറ്റൊരാളെ ഇല്ലാതാക്കുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ അവന്റെ വായടഞ്ഞു പോകും, പക്ഷേ അവന്റെ രക്തം നിലവിളിക്കും. ദൈവമക്കളെ, നിങ്ങൾ ആർക്കെങ്കിലും നാശം വരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കരയിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട സാധു പെൺകുട്ടിയെ അവളുടെ ചാരിത്രം നശിപ്പിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും അകാരണമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, അവന്റെ രക്തത്തിന് ദൈവത്തോട് നിലവിളിക്കാനുള്ള ശക്തിയുണ്ട്. പിന്നെയും പഠിപ്പിക്കുന്ന വേദപുസ്തകം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഹാബേലിന്റെ രക്തത്തിന് അവന്റെ തലമുറയോട് സംസാരിക്കാനുള്ള ശക്തിയുണ്ട്. ഒരപ്പൻ മരിച്ചാലും അമ്മ മരിച്ചാലും തലമുറയോട് സംസാരിക്കാനുള്ള ശക്തി അപ്പന്റെ രക്തത്തിനുണ്ട്, അമ്മയുടെ രക്തത്തിനുണ്ട്. ആ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ രക്തത്തിന് എത്രയും ശക്തിയുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് എത്രയധികമായ ശക്തിയുണ്ട്. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ വില കൊടുത്ത് മേടിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ തേജസ്സിന്റെ ലോകത്തേക്ക് മാറ്റിയെടുക്കുന്നു. ഇത്ര വലിയ രക്തമാണ് കരുണയുള്ള കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിന്റെ പങ്കാളികളാണ് നാം. ആ രക്തത്തിന്റെ സുവിശേഷകരാണ് നാം. ആ രക്തത്തിന്റെ ഘോഷകരാണ് നാം. ആ രക്തത്തിന്റെ അനുഭവത്തിന്റെ പങ്കാളികളാണ് നാം. ആ രക്തത്തിന്റെ വിലയായിട്ടാണ് നാം ക്രൈസ്തവരായത്, നാം ക്രിസ്ത്യാനികളായത്. ആ രക്തത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് നോക്കുവാൻ സാധിക്കുന്നത്. ആ വിലയേറിയ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കൊലപാതകം ചെയ്ത ഒരു മനുഷ്യനെ അവനെ തൂക്കിലേറ്റിയാൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നീതി നടപ്പിലാകും. മനുഷ്യന്റെ മുമ്പിൽ നീതി നടപ്പിലാകും. ഒരു കുറ്റവാളിയെ തൂക്കിലേറ്റിയാൽ നീതി നടപ്പിലാകും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നീതി നടപ്പിലാവുകയില്ല. ലോകത്തിന്റെ മുമ്പിൽ നീതി നടപ്പിലാകും, ദൈവത്തിന്റെ മുമ്പിൽ നീതി നടപ്പിലാവുകയില്ല. കാരണം ഒരു കുറ്റവാളിയുടെ രക്തത്തിന് അവന്റെ പാപത്തെ
മോചിക്കാനുള്ള കഴിവില്ല. ഒരു കുറ്റവാളിയുടെ രക്തത്തിന്, ഒരു മനുഷ്യന്റെ രക്തത്തിന് മറ്റൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ അവന്റെ തന്നെ പാപത്തെ മോചിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആർക്കാണ് കഴിവുള്ളത്? പ്രിയപ്പെട്ടവർ, ഒരു പാപി, ഞാനാകട്ടെ നിങ്ങളാകട്ടെ, കർത്താവായ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമെങ്കിൽ, അവന്റെ രക്തത്തിന് മുമ്പിൽ എൻ്റെ പാപത്തിന് പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം മേടിച്ച് പോകാനായിട്ട് സാധിക്കും. കാരണം കുറ്റമില്ലാത്ത രക്തത്തിന് മാത്രമേ കുറ്റമുള്ള മനുഷ്യനെ കുറ്റവിമുക്തനാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിന്റെ നിയമമാണത്. എല്ലാ പാപത്തിനും ഒരേ ശിക്ഷ കൊടുക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ? നുണ പറഞ്ഞാലും, പണം മോഷ്ടിച്ചാലും, വേണ്ടാതീനം ചെയ്താലും, കൊലപാതകം ചെയ്താലും, ആരെങ്കിലും ചതിച്ചാലും, പ്രിയപ്പെട്ടവരെ, എല്ലാ കുറ്റത്തിനും ഒരേ ശിക്ഷയുള്ള ഒരു രാജ്യവും ലോകത്തില്ല. ലോകത്തിന്റെ നിയമങ്ങൾ വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്തങ്ങളായ ശിക്ഷാവിധികളാണുള്ളത്. വെറും തടവ്, കഠിന തടവ്, ജീവപര്യന്തം തടവ്, അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്കിക്കൊല്ലാനുള്ള വിധി, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ പഴയടയ്ക്കണം, അല്ലെങ്കിൽ നല്ല നടപ്പ് ജാമ്യമുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ശിക്ഷാവിധികളാണ് ലോകത്തെല്ലാം നടപ്പിലുള്ളത്. പാപത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയും. അങ്ങനെയാണ് പീനൽ കോഡ് പറയുന്നത്. പാപത്തിന്റെ ഗൗരവം അനുസരിച്ച് ശിക്ഷകൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ നാം കടന്നു ചെല്ലാൻ പോകുന്ന രാജ്യത്തെ നിയമം എന്തെന്നറിയാവോ? ആ രാജ്യത്തെ നിയമമാണ് റോമർ 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ഏതായാലും, അത് നുണയാ പറഞ്ഞതായാലും, അത് കൗശലം കാണിച്ചതായാലും, പ്രിയപ്പെട്ടവരെ, അത് വഞ്ചനയായാലും, അത് ആരെങ്കിലും ഉപദ്രവിച്ചതായാലും, അത് വേശ്യാവൃത്തിയായാലും, അത് പരസ്യമായോ രഹസ്യമായതായാലും, അത് മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെയായാലും, എല്ലാ പാപത്തിനും ഒരേ ഒരു ശിക്ഷയുള്ളൂ എന്നാണ് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആ ശിക്ഷ മരണമാണ് എന്ന് പറഞ്ഞാൽ, ആ ഏത് പാപത്തിന്റെ ശിക്ഷ മരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിലെത്തുകയില്ല. പാപം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിലെത്തുകയില്ല. അതാണ് അതിന്റെ ശിക്ഷ. അത് ഈ ലോകത്ത് വേറെ എങ്ങുമുള്ള ശിക്ഷാവിധിയല്ല. ഈ ലോകത്ത് വേറെ എങ്ങുമുള്ളതായ ഒരു രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമല്ല അത്. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും കൂടെ മിണ്ടാതെ കിടന്നു, പരസ്പരം മിണ്ടിയില്ല, ഒരു കട്ടിലല്ല കിടക്കണത്, മിണ്ടിയില്ല. ഏതെങ്കിലും രാജ്യത്ത് അത് കുറ്റമാണോ? ഇന്ത്യ മഹാരാജ്യത്ത് കുറ്റമാണോ? ഏതെങ്കിലും രാജ്യത്ത് അത് കുറ്റമാണോ? അവർ തമ്മിൽ 3 ദിവസം മിണ്ടിയില്ല. ഏതെങ്കിലും രാജ്യത്ത് അത് കുറ്റമാണോ? ഒരു രാജ്യത്തും കുറ്റമല്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമാണ്. ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമാണ്. ദൈവം അതറിയും. സർക്കാർ അറിയില്ല, പോലീസ് അറിയില്ല, പള്ളിക്കാരറിയില്ല, അറിഞ്ഞാലും കാര്യമില്ല. പക്ഷേ ദൈവം അറിയും. സഹോദര, നിന്റെ കുടുംബത്തിൽ നിരപ്പാണോ? നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? നിന്റെ കുടുംബത്തിൽ ഐക്യമുണ്ടോ? നിന്റെ കുടുംബത്തിൽ അഭിവൃദ്ധിയുണ്ടോ? നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് സമാധാനത്തോടെ കഴിയാനുള്ളതായ ആ ഒരു അനുഭവം നിന്റെ കുടുംബത്തിലുണ്ടോ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തെ തരംതിരിച്ച് പാപത്തെ ലാഘവമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ജീവനുള്ള ദൈവം പാപത്തെ കർശനമായി തന്നെ കാണുന്നുണ്ട്. അവൻ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊടുത്ത വില വലിയതാണ്. മനുഷ്യന് സാധിക്കില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ 18:20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന മനുഷ്യൻ ആത്മാവിൽ മരിക്കും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം മാതാവിന് പർദീസായിൽ ജീവൻ കൊടുത്ത് നിർത്തുമ്പോൾ 2 സൗഭാഗ്യങ്ങൾ അവനുണ്ടായിരുന്നു. 1, ദൈവത്തോടു കൂടെ ജീവിക്കുക. 2, ഭാര്യയോടുകൂടെ സമാധാനത്തോടുകൂടെ ഒരു കുടുംബജീവൻ നയിക്കുക, വംശവർധന ഉൾപ്പെടെ. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭാര്യയോടുകൂടെ ജീവിക്കാം, വംശവർധനവും നടക്കും.
പക്ഷേ ദൈവത്തോടു കൂടെ ജീവിക്കാൻ പറ്റുകയില്ല. അതാണ് ആദാവിന് വന്ന നഷ്ടം. സഹോദര, നിനക്കും വരുന്ന നഷ്ടം അതാണ്. പാപം വന്നു കഴിയുമ്പോൾ, അശുദ്ധി വന്നു കഴിയുമ്പോൾ, കുശുമ്പ് വന്നു കഴിയുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ വഷളത്വം വന്നു കഴിയുമ്പോൾ, നിനക്കും ഭാര്യയ്ക്കും ഒരുപക്ഷെ ജീവിക്കാം, കുഞ്ഞുങ്ങൾ പിറക്കാം, പക്ഷെ നിനക്ക് ദൈവരാജ്യത്ത് കിടക്കാൻ പറ്റുകയില്ല. അവിടെയാണ് ദൈവം പറയുന്നത്, മകൻ അപ്പന്റെ പാപം വഹിക്കണ്ട, അപ്പൻ മകന്റെ പാപവും വഹിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു മകന്റെ പാപം പരിഹരിക്കാൻ അപ്പന് കഴിയുകയില്ല, ഒരപ്പന്റെ പാപം പരിഹരിക്കാൻ മകനും കഴിയുകയില്ല. ആ മക്കൾക്ക്, മാതാപിതാക്കന്മാർക്കോ സ്നേഹബന്ധങ്ങൾക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ ഒരു പങ്കാളിയുടെ പാപം വഹിക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൻ ക്ഷമിച്ചാലും നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല സഹോദര. കോടതി വെറുതെ വിട്ടാലും നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. പള്ളിക്കാർ മിണ്ടാതിരുന്നാലും നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. നീ പീഡിപ്പിച്ച സ്ത്രീ നിന്നെ വെറുതെ വിട്ടാലും നിന്റെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. നിന്റെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ കുറ്റമില്ലാത്തൊരു രക്തം ചൊരിയണം. കുറ്റമില്ലാത്തൊരു രക്തം നിനക്ക് വേണ്ടി ചൊരിഞ്ഞാൽ മാത്രമേ നിന്റെ പാപത്തിന് പരിഹാരം വരികയുള്ളൂ. കുറ്റമില്ലാത്ത രക്തം എവിടെയുണ്ട്? കുറ്റമില്ലാത്ത രക്തം എവിടെയുണ്ട്? ഏത് രാജ്യത്തുണ്ട്? ഏത് സമൂഹത്തിലുണ്ട്? ഏത് സഭയിലുണ്ട്? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ നീ ഈ മലങ്കരയിലുള്ള, കേരളത്തിലുള്ള സകലമാന ക്രിസ്തീയ പള്ളിയിലെയും പെരുന്നാൾ ഏറ്റുകഴിച്ചാലും നിന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. നിന്റെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ അതിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നീ ആശ്രയിക്കണം. പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതം നീ താറുമാറാക്കിയവനാണോ? നീ നുണ പറഞ്ഞിട്ടില്ലേ? നീ മദ്യപിച്ചിട്ടില്ലേ? നീ ഭാര്യയോട് മർദ്ദിച്ചിട്ടില്ലേ? ഭർത്താവിനോട് തറുതല പറഞ്ഞിട്ടില്ലേ? അമ്മായിമ്മയ്ക്ക് വേദന വരുത്തിയിട്ടില്ലേ? നിനക്ക് ദൈവം തന്ന ജീവിതം കൊണ്ട് എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ശാന്തമായിട്ടോ ചിന്തിക്ക്. ദൈവം തന്ന ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്തു? നിന്റെ ശരീരത്തെ മലിനമാക്കിയിട്ടില്ലേ? നിന്റെ അവയവങ്ങളെ മലിനമാക്കിയിട്ടില്ലേ? നിന്റെ കണ്ണിനെ മലിനമാക്കിയിട്ടില്ലേ? നിന്റെ നാവ് കൊണ്ട് കുരള പറഞ്ഞിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാര്യയെ നീ മർദ്ദിച്ചിട്ടില്ലേ? നിന്റെ പങ്കാളിന്റെ ഭാര്യയുടെ കണ്ണുനീര് നിന്റെ കുടുംബത്തിൽ വീണിട്ടില്ലേ? അത് അനുഗ്രഹമാണോ ശാപമാണോ സഹോദര? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ജീവിതത്തെ നാം എല്ലാം തകർത്തവരാണ്, നാം എല്ലാം നശിപ്പിച്ചവരാണ്. ദൈവം തന്ന കുടുംബത്തെയും, ദൈവം തന്ന ആരോഗ്യത്തെയും, ദൈവം തന്ന ശരീരത്തെയും, ദൈവം തന്ന അവയവങ്ങളെയും, ദൈവം തന്ന ഇന്ദ്രിയങ്ങളെയും എല്ലാം നാം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ പാപത്തിന് വേണ്ടി നാം എല്ലാവരും തകർത്ത് കളഞ്ഞവരാണ്. നമുക്ക് അർഹതയുള്ളത് നരകം മാത്രമേ ഉള്ളൂ. നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് നരകം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നരകാവകാശിയായി നമ്മളെ സ്വർഗത്തിന്റെ അവകാശിയാക്കാൻ വേണ്ടി ദൈവം കാൽവരിയിൽ നടത്തിയതായ ആ തിരുബലിയാണ് നമ്മുടെ ശരണം. അവിടെയാണ് പാപത്തിന് പരിഹാരം വരുത്തുന്ന കുറ്റമില്ലാത്ത രക്തം ചിന്തിയത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് ആ കാൽവരിയിലേക്കൊന്ന് നോക്കൂ. അവിടെ മാത്രമേ നിനക്ക് പരിഹാരമുള്ളൂ. അവന്റെ രക്തത്തിന് മാത്രമേ നിന്റെ ബന്ധനം അഴിക്കാൻ കഴിയുകയുള്ളൂ. അവന്റെ രക്തത്തിന് മാത്രമേ നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുകയുള്ളൂ. വേറെ ആർക്കും സാധിക്കുകയില്ല. ഒരു കോടതി വരെ വിട്ടാലും ശരി, ഒരു പള്ളിക്കാരൊന്നും മിണ്ടിയില്ലെങ്കിലും ശരി, കുമ്പസാരിപ്പിച്ച് അച്ഛനൊന്നും മിണ്ടിയില്ലെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നത് യേശുവിന്റെ തിരുരക്തമാണ്. പാപമില്ലാത്ത രക്തമാണ് അവിടെ ചേരുന്നത്. ആ രക്തമാണ് ഗുണകരമായി വ്യാപരിക്കുന്നത്. ആ രക്തം ബന്ധനം അഴിക്കുന്ന രക്തമാണ്. ആ രക്തം ശാപം മാറ്റുന്ന രക്തമാണ്. ആ രക്തം സൗഖ്യം തരുന്ന രക്തമാണ്. ആ രക്തം രോഗം മാറ്റുന്ന രക്തമാണ്. ആ രക്തം മാനസിക രോഗം മാറ്റുന്ന രക്തമാണ്. ആ രക്തം തലമുറയുടെ മേൽ ശാപം മാറ്റുന്ന രക്തമാണ്. ആ രക്തത്തിൽ നീ ആശ്രയിക്കൂ സഹോദര. ആ രക്തത്തിലേക്ക് നീ വിശ്വസിക്കൂ. യേശുവേ, നിന്റെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്റെ അവയവങ്ങളെ നിർമ്മലീകരിക്കണമേ. എന്റെ ഗർഭപാത്രത്തെ തുറന്നു തരണമേ. എന്റെ കുഞ്ഞിന്റെ ബുദ്ധിക്കറവ് മാറ്റി തരണമേ. എന്റെ കുഞ്ഞിന് പരീക്ഷ എഴുതാൻ ബുദ്ധി കൊടുക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി എടുക്കണമേ. എന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹമാക്കണമേ. യേശുവിന്റെ തിരുരക്തമേ, നിനക്ക് സ്തോത്രം. യേശുവിന്റെ പുണ്യാഹ രക്തമേ, നിനക്ക് സ്തോത്രം. കർത്താവായ യേശുവിന്റെ ചെറിയപ്പെട്ട രക്തമേ, നിനക്ക് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.